ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ കമോഡിറ്റി മാർക്കറ്റുകളുടെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റുകളുടെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ, ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്പോട്ട് ഗോൾഡ് $3565.7 പെർ ഔൺസാണ് ഇന്നലെ ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ ഗോൾഡിൻ്റെ. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3537 പെർ ഔൺസിനാണ്. സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഗോൾഡിലുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ IMFൻ്റെയും ജൂലൈ മാസത്തെ സെൻട്രൽ ബാങ്ക് ഗോൾഡ് ബൈയിങ് ഡാറ്റ വന്നിട്ടുണ്ട്. നെറ്റ് പർച്ചേസ് 10 ടൺ മാത്രമേ ഉള്ളൂ ജൂലൈ മാസത്തിൽ. കസാക്കിസ്ഥാൻ 3 ടൺ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടർക്കി സെൻട്രൽ ബാങ്ക് 2 ടൺ വാങ്ങിയിട്ടുണ്ട്. ചൈനീസ് സെൻട്രൽ ബാങ്ക് 2 ടൺ വാങ്ങിയിട്ടുണ്ട്. ചെക്കോസ്ലോവാക്യ 2 ടൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ ഡാറ്റ വന്നിരിക്കുന്നത്. പർച്ചേസ് കുറവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹയർ പ്രൈസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 2025 കലണ്ടർ ഇയറിൽ ജൂലൈ 31 വരെയുള്ള സെൻട്രൽ ബാങ്ക് ബൈങ് നോക്കുകയാണെങ്കിൽ പോളണ്ട് സെൻട്രൽ ബാങ്ക് ആണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിയിട്ടുള്ളത്. 67 ടണ്ണാണ് പോളണ്ട് സെൻട്രൽ ബാങ്ക് വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടർക്കി സെൻട്രൽ ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് 26 മാസവും ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കോസ്ലോവാക്യം സെൻട്രൽ ബാങ്കും 29 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ 9 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. ഒപ്പം നമ്മൾ 2025 നെറ്റ് സെല്ലിംഗ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ജർമ്മനി ചെറുതായിട്ടുള്ള സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. സിംഗപ്പൂർ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ ബാങ്കും സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇതാണ് ജൂലൈ 31 വരെയുള്ള ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ പർച്ചേസ് സെല്ലിംഗ് ഡാറ്റ. തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്ക് ബൈയിങ് ഒന്ന് കുറഞ്ഞതിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഗോൾഡിൽ ഇന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ ഇന്നലെ പുതിയ 13 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സ്പോട്ട് സിൽവർ $41.26 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്ന പുതിയ 13 ഇയർ ഹൈ. പക്ഷേ ഇന്ന് മോർണിംഗിൽ $40.58 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ അതുപോലെ തന്നെ അലുമിനിയം സിങ്കൊക്കെ ഇന്നലെ മുന്നേറിയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ബ്രെൻഡ് ക്രൂഡ് ഓയിലും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും താഴേക്കാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലും. അപ്പോൾ ഓവറോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്ന് സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. എന്നിരുന്നാലും ഇന്നലത്തെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇന്നലെ മോർണിംഗിൽ നമ്മൾ പോഡ്കാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഗോൾഡ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇന്നലത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ ഇന്ത്യയിലെ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഡൊമസ്റ്റിക് പ്രൈസിലൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഗോൾഡ് പ്രൈസിൽ. എന്നിരുന്നാലും സെപ്റ്റംബർ 16-17 തീയതികളിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് വരികയാണ്. ഈ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് അത് ലോങ് റണ്ണിൽ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഡിസിഷൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതും കൂടി കമോഡിറ്റി മാർക്കറ്റിൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ടഡ് ആണ്. ഓവറോൾ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡിനും സിൽവറിനും പോസിറ്റീവാണ്. സിൽവർ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കമോഡിറ്റി ആയിട്ട് സെൻട്രൽ ബാങ്കുകൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമോഡിറ്റികളും ഭാവിയിലും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള കമോഡിറ്റികളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കമോഡിറ്റി മാർക്കറ്റിലും ആക്ട് ചെയ്യുക. എക്കണോമിക് ഡാറ്റ, ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ തന്നെയാണ് ഈ 2 കമോഡിറ്റികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് കമോഡിറ്റി മാർക്കറ്റിൽ ആക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് ഡേ കമോഡിറ്റി മാർക്കറ്റിലും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.